നാം അനുഗ്രഹത്തിന് അർഹത എന്നുള്ള പാട്ട് അത് ഒരു പ്രത്യേക സന്ദർഭത്തിൽ എഴുതിയതാണ്. അതെന്റെ ഭാര്യയുടെ ആദ്യത്തെ പ്രസവ സമയമാണ്. ഞാനും അവളും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എനിക്ക് അല്പം അസുഖമായിട്ട് തോന്നുന്നു, എന്നെ ആശുപത്രിയിലാക്കണം. ഗവൺമെന്റ് ആശുപത്രിയിൽ ചെന്നു. ഗവൺമെന്റ് ആശുപത്രി ചെന്നുടനെ ഒരു നേഴ്സ് എന്താണെന്ന് ചോദിച്ച കാര്യം പറഞ്ഞപ്പോൾ അവളെ കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോയി പോകും. അതായത് ആദ്യത്തെ പ്രസവമാണ്. അനേക പ്രസവത്തോടെ മരിക്കാറുണ്ട്. സഹായത്തിനും ആരുമില്ല. ഈ ഒരു അന്തരീക്ഷത്തിൽ ഈ തിരിഞ്ഞെന്നോട് ഇങ്ങനെ ഒരു ടാറ്റ പറഞ്ഞത് പറഞ്ഞിട്ട് അവൾ മുഖം തിരിച്ച് അത് നടന്നുപോയി. ഞാൻ അവിടെ നിന്ന് കരഞ്ഞിട്ട് ഞാൻ വീട്ടിൽ. അന്ന് രാത്രി ഇരുന്ന് എഴുതിയ പാട്ടാണ് അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദ കൃപാ പെരും നദിയേ, അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദ കൃപാ പെരും നദിയേ, അനുദിനം നിൻ പദം ഗതിയേ, അടിയാനു നിൻ കൃപമതിയേ, അനുദിനം നിൻ പദം ഗതിയേ, അടിയാനു നിൻ കൃപമതിയേ. ഹാർവസ്റ്റ് ടിവിയുടെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് ഞങ്ങളുടെ എല്ലാ കാഴ്ചക്കാർക്കും സ്വാഗതവും വന്ദനവും അറിയിക്കുന്നു. മലങ്കരയിലെ ക്രൈസ്തവരുടെ ആത്മീയ ഉന്നമനത്തിനും അവരുടെ പ്രതീക്ഷകൾക്കും പ്രത്യാശയ്ക്കും വിശ്വാസത്തിനുമൊക്കെ നിദാനമായി തീർന്നത് മലങ്കര ക്രൈസ്തവരുടെ ക്രൈസ്തവ കൈരളിയുടെ നിരവധി ഗാനങ്ങളാണ്. കത്തനാർ സംഗീതം മാത്രം കൈമുതലായിരുന്ന മലയാളക്കരയിൽ ഒരു പുതിയ സംഗീത വിപ്ലവം തന്നെ സൃഷ്ടിക്കുവാൻ സുവിശേഷ വിഹിത സഭകളിലെ ദൈവദാസന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയാണ്. അക്കാര്യത്തിൽ ഏറെ സംഭാവനകൾ നൽകിയ ഒരു അനുഗ്രഹീത ദൈവദാസനായിരുന്നു സുവിശേഷകൻ എം ഇ ചെറിയാൻ. തമിഴ്നാട്ടിൽ ഒരു മിഷണറിയായി കടന്നുപോയി ജീവിതത്തിൻ്റെ ചുട്ടുപഴുത്ത അനുഭവ യാഥാർത്ഥ്യങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഇന്നും ക്രൈസ്തവ കൈരളി ദാഹത്തോടെ ആത്മവിശപ്പോടെ ഏറ്റുപാടുന്നു എന്നുള്ളത് നമുക്കേവർക്കും സന്തോഷകരമായ ഒരു കാര്യമാണ്. സുവിശേഷ വിഹിത സഭകളെ അംഗീകരിക്കാതിരുന്ന മലയാളക്കരയിലെ മലങ്കരയിലെ ക്രൈസ്തവ സമൂഹങ്ങൾ പക്ഷേ എം ഇ ചെറിയാൻ്റെയും അതുപോലെയുള്ള ദൈവദാസന്മാരുടെയും സംഗീതത്തെ, ക്രൈസ്തവ സംഗീതത്തെ ഏറ്റെടുത്തു, അതിന് വലിയ പ്രാധാന്യം നൽകി എന്നുള്ളത് വളരെ സത്യമായ ചരിത്രം തന്നെയാണ്. അനുഗ്രഹത്തിൻ്റെ അധിപതിയെ എന്ന് പാടാത്ത മലങ്കരയിലേക്ക് ഒരു ക്രൈസ്തവനും കാണുകയില്ല എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. അദ്ദേഹം എഴുതിയ അനേകം പാട്ടുകൾ ഏറ്റുപാടി വിശ്വാസത്തിൽ വളർന്ന ഒരു വ്യക്തിയായി ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ, അദ്ദേഹത്തിൻ്റെ വരികളല്ല, ഇന്ന് ധാരാളം സംഗീതമുണ്ടാകുന്നുണ്ട്, ധാരാളം പുതിയ പാട്ടുകളും പാട്ടുകാരും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അവയൊക്കെ ഒരല്പം കഴിയുമ്പോൾ, കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു പോകുമ്പോൾ, ഈ പാട്ടുകൾ ഇന്നും ജീവനോടെ നിൽക്കുന്നത്, അതിൻ്റെ ഗാംഭീര്യം വിടാതെ, അതിൻ്റെ സ്വീറ്റ്നെസ് നഷ്ടപ്പെടാതെ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് ഈ പാട്ടുകളുടെ പ്രത്യേകതയായി തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എം ഇ ചെറിയാൻ സാറിന് ഏകദേശം 40 വർഷങ്ങൾക്കപ്പുറം തിരുവല്ലയിൽ ഒരു അനുമോദന സമ്മേളനം നടത്തിയത് ഞാൻ ഓർക്കുന്നു. എൻ്റെ സ്നേഹിതരായ ചില ദൈവദാസന്മാരുടെ നേതൃത്വത്തിലാണ് അന്ന് അദ്ദേഹത്തെ ആദരിക്കുവാൻ തിരുവല്ലയിലേക്ക് വിളിച്ചു വരുത്തിയത്. അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഞാൻ ഇന്നും ഓർക്കുന്നു. ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ ഒരു അംഗീകാരം ലഭിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞത് ഇന്നും എൻ്റെ ചെവികളിൽ മുഴങ്ങുന്നുണ്ട്.
അങ്ങനെയുള്ള ഒരു ദൈവദാസൻ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളുടെ നടുവിൽ, കഷ്ടപ്പാടുകളുടെ തീച്ചൂളയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന വാക്കുകളും ശകലങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ ജീവനാഡി എന്ന് പറയുന്നത്. അതാണ് ഇന്നും ക്രൈസ്തവ കൈരളി ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്ന പാട്ടുകൾ. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് അദ്ദേഹത്തിൻ്റെ പുത്രൻ ടൈറ്റസ് ചെറിയാനാണ്. അദ്ദേഹവും ഒരു നല്ല സുവിശേഷകനാണ്. ജീവിതത്തിൽ അനേക തീവ്രമായ അനുഭവങ്ങൾ അദ്ദേഹത്തിനും ഉണ്ടായിട്ടുണ്ട്. അതേക്കുറിച്ചൊക്കെയുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ് ഈ മുഖാമുഖം പരിപാടിയിലൂടെ നിങ്ങളുടെ മുൻപിലെത്തുന്നത്. ഹാർവസ്റ്റ് ടി വിയിലേക്ക് സ്വാഗതം. ടൈറ്റസ് ചെറിയാൻ എന്ന വ്യക്തിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ ഒരു കൂടിച്ചേരലിന് കാരണമായി തീർന്നു. അദ്ദേഹം ഇവിടെയാണോ നാട്ടിലാണോ എന്ന് എനിക്ക് കൃത്യമായി അറിയാതിരുന്നത് കൊണ്ട് ഇവിടെയാണെന്ന് കണ്ടുപിടിച്ച നിമിഷം മുതൽ ഇങ്ങനെയൊരു പരിപാടിക്ക് അദ്ദേഹത്തെ ക്ഷണിക്കണമെന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ തൻ്റെ പിതാവിനെയും പിതാവിൻ്റെ ശുശ്രൂഷയും ഒക്കെ മലയാളക്കരയ്ക്ക് പരിചയപ്പെടുത്തണം എന്നും ആഗ്രഹിച്ചു. ദൈവത്തിൻ്റെ കൃപയാൽ ഇങ്ങനെയൊരു അവസരം ദൈവം നൽകിയതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നിങ്ങൾ കേൾക്കുന്ന വാക്കുകൾ നിങ്ങളുടെ ആത്മാവിനെ തൊടും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. നിങ്ങളുടെ ചഞ്ചലിച്ചിരിക്കുന്ന മനസ്സിന് അത് ധൈര്യം നൽകും. വിശ്വാസത്തിൽ ക്ഷീണിച്ചിരിക്കുന്നെങ്കിൽ വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ അത് കാരണമായി തീരുമെന്ന നല്ല ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു പരിപാടിയുമായി നിങ്ങളുടെ മുൻപിലെത്തുന്നത്. ഞാൻ അങ്ങയെക്കുറിച്ച് പറയുന്നതിനപ്പുറത്ത് താങ്കളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ നമ്മുടെ ഹാർവസ്റ്റ് ടി വിയുടെ വ്യൂവേഴ്സിന് വേണ്ടി? കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ അവസരം എനിക്ക് കൊടുത്ത ഹാർവസ്റ്റ് ടി വി സംഘാടകർക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ എന്നെക്കുറിച്ച് പറയുവാണെങ്കിൽ സുപ്രസിദ്ധ സുവിശേഷകനായ എം.ഇ. ചെറിയാൻ എൻ്റെ പിതാവാണ്. ഞങ്ങൾ 8 മക്കളാണ്. 8 മക്കളിൽ ഞാൻ 6ാമത്തെയാണ്. 8 മക്കളിൽ 7 മക്കളും സുവിശേഷ വേല ചെയ്യുന്നവരാണ്. ഒടുവിലത്തെ മകൻ ജോസ് ചെറിയാൻ എന്ന് പറയുന്ന ആ സഹോദരൻ ഇപ്പം നിത്യത്തിൽ വിശ്രമിക്കുക. അദ്ദേഹവും പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്ത് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹോദരനായിരുന്നു, ഒരു മകനായിരുന്നു. അദ്ദേഹവും ഇപ്പം ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുക. ഞങ്ങൾ 8 മക്കളിൽ ഇപ്പം ഞങ്ങൾ 4 മക്കൾ മാത്രം ശേഷിക്കുക. 4 മക്കൾ കർത്തസന്യാസത്തിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഉള്ള സമയത്ത് ഞാൻ 6ാമത്തെ മകനായുള്ള ഈ സമയത്ത് ഞാൻ ചെറുപ്പം മുതൽ എനിക്ക് മ്യൂസിക് വളരെ ഇൻട്രസ്റ്റാണ്. കാരണം എൻ്റെ അപ്പച്ചൻ ഒരു വയലിനിസ്റ്റാണ്. അപ്പച്ചൻ വയലിനിസ്റ്റ് ആയതുകൊണ്ട് അപ്പച്ചൻ വയലിന് പോകുന്നിടത്തെല്ലാം വയലിന് വായിക്കുന്നതുകൊണ്ട് അപ്പച്ചൻ്റെ പാട്ട് കേൾക്കാൻ ഒത്തിരി പേര് വരുന്നുണ്ട്. അപ്പോൾ അപ്പച്ചൻ വയലിനിസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് എല്ലാവർക്കും മ്യൂസിക് തന്നെ കർത്താവ് താളന്തായിട്ട് കൊടുത്തു. ഞങ്ങൾ സ്കൂളിൽ പോയി പഠിക്കുകയോ മ്യൂസിക് എവിടെ പഠിക്കാനായിട്ട് എവിടെ പോയി ആരുടെ ഇടയ്ക്ക് പോയി സ്കൂളിൽ പോയി ചേർന്ന് പഠിച്ചതായിട്ട് ഞങ്ങൾക്ക് ഓർമ്മയില്ല. ഞങ്ങളത് പഠിച്ചിട്ടില്ല. കാരണം ഇൻബോൺ ടാലൻ്റ് ആയിരുന്നു. ദൈവം തന്നെ ഞങ്ങൾക്ക് കൊടുത്ത് ഞങ്ങളുടെ മക്കളെല്ലാവരും മ്യൂസിക് വായിക്കും, പാട്ട് പാടും. ഞങ്ങളുടെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും ആ രീതിയിൽ ഞങ്ങൾ വളർത്തപ്പെട്ടു. ദൈവം അങ്ങനെ ഞങ്ങൾക്ക് താളന്ന് കൊടുത്തിരിക്കുക. ദൈവം മഹത്വപ്പെടുമാറാകട്ടെ. അങ്ങനെ ഉള്ള സമയത്ത് ഞാൻ മ്യൂസിക് ടീമിൽ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ ആദ്യത്തിലെ ഫസ്റ്റ് പാട്ട് ഞാൻ ആദ്യം വായിച്ചത് ഹാർമോണിയത്താണ്. അന്നെല്ലാം ഈ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻ്റ് ഒന്നും ഇല്ല. അന്നൊക്കെ ഈ സൊഫിസ്റ്റിക്കേറ്റഡ് ഇൻസ്ട്രുമെൻ്റ് ഒന്നും ഇല്ല. അന്നൊക്കെ ഒന്നതെല്ലാം ഹാർമോണിയമായിരുന്നു. ഞാൻ 2ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഈ മ്യൂസിക്കിൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റ് തോന്നിയത്. ഞാൻ 2ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എനിക്ക് ഫസ്റ്റ് ഞാൻ ഹാർമോണിയം വീട്ടിലുള്ളത് ഞാൻ എടുത്ത് വായിക്കാൻ തുടങ്ങി. ഹാർമോണിയം വായിച്ചു എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഫസ്റ്റ് പാട്ട് ഞാൻ തന്നെ വായിക്കുമായിരുന്നു. അപ്പം ആ ഹാർമോണിയത്തിൽ ഞാൻ വായിച്ച ഫസ്റ്റ് സോങ് ഈസ് ജനഗണമന. പ്രിയമുള്ളവരെ, കാരണം ഞാൻ സ്കൂളിലൊക്കെ ജനഗണമന അന്നൊക്കെ എല്ലാവരും ഇപ്പോഴും അത് പറയണം. ജനഗണമന എന്ന പാട്ട്
നാഷണൽ ആന്തം എല്ലാവരും ദിവസം പാടുന്നതുകൊണ്ട് ആ പാട്ട് എനിക്ക് മനസ്സിൽ കൂടെ വന്നതുകൊണ്ട് ഞാൻ ആ പാട്ടാണ് ഞാൻ വായിക്കാൻ തുടങ്ങി. ജനഗണ മനഗതി ആ പാട്ടാണ് ഞാൻ വായിച്ച് തുടങ്ങിയത്. അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ ഞാൻ അടുത്ത പാട്ട് തുടങ്ങിയത് തമിഴിലെ ഒരു വലിയ ഫേമസ് പാട്ടുണ്ട്, എല്ലാം യേശുവേ എനിക്കെല്ലാം യേശുവേ. അതായത് എല്ലാം യേശുവേ എനിക്കെല്ലാം യേശുവേ. മലയാളത്തിലുണ്ട്, എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ. ആ പാട്ടിൻ്റെ തമിഴ് പഴയ പാട്ടാണ്. ആ പാട്ടാണ് ഞാൻ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഓരോ പാട്ടായിട്ട് ഞാൻ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഹാർമോണിയം വായിച്ച് ഞാൻ അങ്ങനെ പോയി. പിന്നെ ഹാർമോണിയത്തിൽ നിന്ന് ഞാൻ അക്കോർഡിയൻ വായിച്ചു, അക്കോർഡിയനിൽ നിന്ന് ഗിറ്റാർ വായിച്ചു, പിന്നെ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ ഇൻസ്ട്രുമെൻറ്റ് വായിച്ച് ഞാൻ സാക്സോഫോൺ വായിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ കീബോർഡ് വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ ഇൻസ്ട്രുമെൻ്റായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കർത്താവ് എനിക്ക് ആ താളന്ത് കൊടുത്ത് ഞാൻ വായിക്കാൻ തുടങ്ങുമായിരുന്നു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ മ്യൂസിക് തുടങ്ങാനുള്ള കാരണം. അപ്പച്ചൻ അക്കാര്യത്തിൽ ഏതെങ്കിലും നിലയിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ? അത് അപ്പച്ചൻ എപ്പോഴും പറയും. ഞങ്ങളുടെ മധുരയിൽ അപ്പം എല്ലാ ഞായറാഴ്ചയും വൈകിട്ടും രാവിലെ വർഷിപ്പ് മീറ്റിംഗ് ആരാധന കഴിഞ്ഞിട്ട് വൈകിട്ട് ഗോസ്പിൾ മീറ്റിംഗാണ്. ഗോസ്പിൾ മീറ്റിംഗ് സമയത്ത് അവിടെയൊക്കെ അന്നൊക്കെ ആ സമയത്തൊക്കെ കസാരയിലൊന്നുമില്ല. ആ സഭാ ഹാളിലൊക്കെ കസാരയിൽ സ്റ്റേജുണ്ട്. സ്റ്റേജിൻ്റെ മുമ്പിലെല്ലാം പായിട്ട ഞങ്ങളൊക്കെ താഴെ ഇരിക്കുന്നത്. കാരണം അന്നൊക്കെ ആ കാലത്തൊക്കെ കസാരയൊക്കെ അങ്ങ് ഇടാനൊക്കെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഹാളിനകത്ത് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് എല്ലാം നിലത്തായിരിക്കുന്നത്. ഞങ്ങൾ നിലത്തിരിക്കുന്ന സമയത്ത് പായിട്ട് ഞങ്ങൾ ഹാർമോണിയം വായിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വായിച്ച് ഞാൻ അപ്പച്ചൻ പറയും, ഒന്ന് വൈകിട്ടത്തെ ഗോസ്പൽ മീറ്റിങ്ങിൽ നീ ഹാർമോണിയം വായിക്കണമെന്ന് പറഞ്ഞ് തന്നെ എൻകറേജ് ചെയ്യും. അങ്ങനെ ഞാൻ അന്നൊക്കെ വായിച്ച് ഇങ്ങനെ ഞാൻ അങ്ങനെ ക്രിസ്തീയ കോളത്തിൽ ഞാൻ മുമ്പിലോട്ട് വന്നത്. ഓക്കെ. അപ്പച്ചൻ്റെ പാട്ടുകളിൽ ടൈറ്റസിന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്, മനസ്സിനെ തൊട്ട ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന പാട്ടുകൾ, അതിനെക്കുറിച്ചൊരു വാക്ക് പറയാം. എൻ്റെ അപ്പച്ചന് എം.വി. ചെറിയാൻ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് വന്ന് മധുരയിൽ വന്ന ആദ്യത്തെ വ്യക്തിയായിരുന്നു. കേരളത്തിൽ നിന്ന് തമിഴ്നാട് അതർ സ്റ്റേറ്റിലോട്ട് വന്ന ആദ്യത്തെ വ്യക്തി എൻ്റെ അപ്പച്ചൻ തന്നെയാണ്. കാരണം വേറെ ആരും അങ്ങനെ മിഷനറി ആയിട്ട് വന്നില്ല. ഹീസ് ദ ഫസ്റ്റ് മിഷനറി ഫ്രം കേരള ടു അതർ സ്റ്റേറ്റ്. പിന്നീടൊക്കെയാണ് ഓരോരുത്തരായിട്ട് പിന്നെ വരാൻ തുടങ്ങിയത്. അപ്പച്ചൻ തമിഴ് അറിയത്തില്ല, തമിഴ് കാര്യമായിട്ട് പഠിച്ചിട്ടില്ല, ലാംഗ്വേജ് അറിയത്തില്ല. എന്നാലും അപ്പച്ചൻ വാസ് എ ടീച്ചർ, മലയാള പണ്ഡിറ്റായിരുന്നു. പണ്ഡിറ്റാവുന്ന സമയത്ത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അപ്പച്ചനെ വേർതിരിച്ച് കർത്താവിന് വേണ്ടി ഇറങ്ങി വന്നിട്ട് അപ്പച്ചനെ മധുരയ്ക്ക് പോകാൻ ആഗ്രഹിച്ച് മധുരയ്ക്ക് വരിക. അപ്പം മധുര വന്ന സമയത്ത് ആരും സ്വീകരിക്കാൻ ആരുമില്ല, സ്റ്റേഷനിൽ ആരും വരില്ല. പറഞ്ഞാൽ അപ്പച്ചനെ മുന്നിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് അപ്പച്ചനെ ലാംഗ്വേജ് അറിയത്തില്ല. ഇങ്ങനെ ഇറങ്ങി നടന്ന് പോയിട്ട് ആ റെയിൽവേ സ്റ്റേഷന് ഓപ്പോസിറ്റിൽ ഒരു സത്രമുണ്ട്. ആ സത്രത്തിൽ അപ്പച്ചൻ താമസിച്ച്. അപ്പോൾ അവിടെ താമസിച്ചിട്ട് അപ്പച്ചന് അന്ന് നൈറ്റ് സ്പെൻഡ് ചെയ്തു. അടുത്ത ദിവസം രാവിലെ അപ്പച്ചൻ അങ്ങനെ ഇറങ്ങിപ്പോയി നടന്നു പോയി ഒരു സ്ഥലത്ത് പോയി ഒരു വീട്ടിൽ താമസിച്ചിട്ട് അങ്ങനെ പ്രവർത്തനം തുടങ്ങി. പുതൂർ പറഞ്ഞ സ്ഥലം, ആ പുതൂരിൽ വെച്ച് അപ്പച്ചനെ മിനിസ്ട്രി തുടങ്ങിയ സമയത്ത് അപ്പച്ചനെ പോയി നടന്ന് മിനിസ്ട്രി. അപ്പച്ചനെ സഹായിക്കാൻ ആരുമില്ല, അപ്പച്ചന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അപ്പച്ചൻ ഇങ്ങനെ ട്രാക്സും അന്നൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. ട്രാക്സ് എടുത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഗോസ്പൽ കൊടുത്തിട്ട് അന്നൊക്കെ ഗോസ്പലൊക്കെ രണ്ട് അണയായിരുന്നു. അതൊക്കെ വളരെ വളരെ തുച്ഛമായ അമൗണ്ടായിരുന്നു. അതൊക്കെ കൊടുത്ത് അത് വെച്ചിട്ട് ഫാമിലി റൺ ചെയ്യുകയും അങ്ങനെ പോയ സമയത്ത് ചില സമയത്ത് ട്രാക്സ് കൊടുത്തിട്ട് ഗോസ്പൽസ് പോലും വിൽക്കത്തില്ല, ആരും വാങ്ങിക്കത്തില്ല. അപ്പോൾ ഒന്നും സാപ്പാടുമ്പോൾ വഴിയില്ല. അപ്പം അങ്ങനെ ഉള്ള സമയത്ത് സാധാരണ മരത്തിൽ അന്നൊക്കെ മുറിഞ്ഞ ചീര ചേർപ്പില്ല. ആ ചീരയുടെ ഇല എടുത്തിട്ടാണ് അപ്പച്ചനെ കഴിക്കും. അത് വീട്ടിൽ കൊണ്ടുപോയി ഒന്നും ഗോസ്പൽ വിറ്റില്ല, ആരും വാങ്ങിച്ചില്ല, എനിക്ക് പൈസ ഇല്ല. അതുകൊണ്ട് ഞാൻ ചീര ആ ഇല എടുത്തിട്ട് കൊണ്ട് വെച്ചിട്ട് ആ ചീര പുഴുങ്ങി കഴിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ അപ്പച്ചൻ വളരെ പട്ടിണിയായിരുന്നു. അങ്ങനെ കഷ്ടത്തിൽ അപ്പച്ചൻ പ്രവർത്തിച്ച് അദ്ദേഹം ആദ്യത്തെ മിഷണറി ആയിട്ട് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലെത്തുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു മിഷണറി മൂവ്മെൻറ്റിൻ്റെ പൈനിയർ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട് സുവിശേഷ വേല ചെയ്യണമെന്നും അതുപോലെ ഒരു മിഷണറി ആകണമെന്നും തീരുമാനിക്കാൻ എന്തെങ്കിലും
എന്തെങ്കിലും സ്പെഷ്യൽ റീസൺസ് ഉണ്ടോ? ആരെങ്കിലും പ്രേരിപ്പിച്ചോ, അല്ലെങ്കിൽ ആരെങ്കിലും അക്കാര്യത്തെക്കുറിച്ച് ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ അക്കാലത്ത്? അപ്പച്ചൻ ആക്ച്വലി സ്കൂളിലെ മലയാളം പണ്ഡിറ്റായിരുന്നല്ലോ. അപ്പൊ സ്കൂളിലെ അപ്പം കുമ്പനാട് സ്കൂളിലെ പഠിപ്പിച്ചു, നോയൽ മെമ്മോറിയൽ സ്കൂളിൽ അവിടെയും പോയുമായിരുന്നു. പിന്നെ കങ്ങഴ, അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ അപ്പച്ചൻ ടീച്ചറായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെയും കുട്ടികളുടെ ഇടയിൽ അപ്പച്ചൻ ഒത്തിരി പ്രവർത്തിക്കുമായിരുന്നു. അപ്പോൾ കുട്ടികളെ എൻകറേജ് ചെയ്യുകയും പ്രാർത്ഥനയിലേക്ക് അവരെ നയിക്കുകയും അവരെ കുട്ടികളെയൊക്കെ ഒന്നിച്ച് ഇരുത്തി അപ്പച്ചൻ ഗോസ്പൽ പറയുകയും അങ്ങനെ ഉള്ള സമയത്ത് ആ പ്രവർത്തന മുഖാന്തരം അപ്പച്ചൻ മനസ്സിലായി നമുക്ക് മിനിസ്റ്റർ ചെയ്യണം എന്നുള്ള ഒരു വിളി ദൈവത്തിന് വേണ്ടി അപ്പച്ചൻ അങ്ങനെ തോന്നി. ദൈവം എന്നെ മിനിസ്റ്ററിക്ക് വിളിക്ക് വന്ന അപ്പച്ചന് പെട്ടെന്ന് ആ ചിന്ത കർത്താവ് കൊടുത്തു. അതുകൊണ്ട് ആ സമയത്ത് ഒരു മീറ്റിങ്ങിൽ വെച്ച് മഹാകവി KV സൈമൺ സാർ പ്രസംഗിക്കുമായിരുന്നു. ആ പ്രസംഗത്തിൽ അന്ന് ആ സൈമൺ സാർ പറയുമായിരുന്നു, ഇന്ന് ഇവിടെ ഉള്ള എല്ലാവരെയും കർത്താവ് വിളിക്കുക. ഇവിടെ ഉള്ള ഒരാളെ കർത്താവ് വിളിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഈ ചെറിയാൻ നിന്നെ കർത്താവ് വിളിച്ചാൽ നീ പോകുമോ? നിന്നെ വിളിക്കുന്നു, വിളിച്ചാൽ നീ പോകുമോ എന്ന് അങ്ങനെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, ഓ കർത്താവെ, ഞാൻ നിനക്ക് വേണ്ടി വേല ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണോ? ഇദ്ദേഹം എൻ്റെ പേര് പറഞ്ഞല്ലോ, ഇദ്ദേഹം എന്നെ ചൂണ്ടിക്കാണിച്ചല്ലോ എന്ന് പറഞ്ഞ് അപ്പച്ചന് അന്ന് തന്നെ തീരുമാനിച്ചു ഞാൻ ഉടനെ പോകണം. ഞാൻ തീരുമാനിച്ചിട്ട് അപ്പം തന്നെ തീരുമാനിച്ചിട്ട് സുശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. അങ്ങനെ ഇറങ്ങിപ്പോയി ആ അപ്പച്ചൻ മധുരയ്ക്ക് പോകണം. KV സൈമൺ സാറാണ് അങ്ങനെ ഒരു പ്രേരണയുടെ പിന്നിലുള്ള ഘടകം. സൈമൺ സാറിന്റെ മെസ്സേജിലാണ് അപ്പച്ചന് ഹൃദയത്തിൽ ടച്ച് ചെയ്തത്. മധുരയിൽ വന്നു, പ്രവർത്തനം തുടങ്ങി. സാമ്പത്തികമായിട്ട് സഹായിക്കാൻ ആരുമില്ല. അങ്ങനെയുള്ള ജീവിതാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ആദ്യത്തെ പല ഗാനങ്ങളും അദ്ദേഹം എഴുതുന്നത്. ആ നിലയിൽ അദ്ദേഹം കടന്നുപോയ ചില അനുഭവങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ പറ്റുമോ? ഞാൻ ഒന്നും പറയാം. അപ്പച്ചൻ ആദ്യമായിട്ട് അദ്ദേഹം എഴുതിയ പാട്ട് ഏതാ? അപ്പച്ചൻ ആദ്യ കാലങ്ങളിൽ എഴുതിയ പാട്ട് അനുഗ്രഹത്തിന് അധിപതി എന്ന പാട്ടാണ്. അത് തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാണോ അതോ കേരളത്തിൽ? തമിഴ്നാട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ 8 മക്കളല്ലേ, 8 മക്കളിലെ എൻ്റെ മൂത്ത സിസ്റ്റർ ഗ്രേസ് അമ്മച്ചി പ്രഗ്നൻ്റ് ആയിട്ട് ആ പ്രസവത്തിന് സമയത്ത് ആ ഗ്രേസ് അമ്മാമ്മയെ പ്രസവിക്കാൻ വേണ്ടി എല്ലാം ഉള്ള സമയത്ത് അപ്പച്ചൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ലാത്ത സമയത്ത് അന്നൊക്കെ കുതിര വണ്ടിയേ ഉള്ളു. അപ്പച്ചന് അമ്മച്ചിക്ക് പ്രസവത്തിന് സമയമായി, പ്രസവ വേദന എടുത്തു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അവിടുന്ന് ഹോസ്പിറ്റലിൽ ഒരു 4-5 കിലോമീറ്റർ പോകണം, ദൂരം പോകണം. അപ്പോൾ അപ്പച്ചനെ റോഡിൽ ഇറങ്ങിപ്പോയി നോക്കിയപ്പോഴത്തേക്ക് ഒരു കുതിര വണ്ടിക്കാരൻ വന്നു. അവൻ ഒരു മുസ്ലിമായിരുന്നു. ആ കുതിര വണ്ടിക്കാരന് ചോദിച്ചു, അയ്യാ എൻ്റെ ഭാര്യ, എൻ്റെ മനവിക്ക് പ്രസവത്തിന് സമയമായി, വേദന എടുക്കുക, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ വീട് എവിടാ പറഞ്ഞു, ഇവിടെ തൊട്ടടുത്താന്ന് പറഞ്ഞു. അപ്പച്ചൻ പറഞ്ഞു, എനിക്ക് കയ്യിൽ പൈസ ഒന്നുമില്ല, ഹോസ്പിറ്റലിൽ പോകണം, ഗവൺമെൻറ് GH പോകേണ്ടത്, പൈസ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ആ മുസ്ലിം പറഞ്ഞു, പൈസ എന്നോ കാര്യം, പൈസ ഒന്നും നമുക്ക് വിഷയമില്ല, ഇവിടെ ഞാൻ വീട്ടിൽ വരാം പറഞ്ഞ് വീട്ടിൽ വന്ന് അങ്ങനെ അമ്മച്ചിയെ കുതിര വണ്ടി കയറ്റി ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഹോസ്പിറ്റലിൽ അകത്ത് കയറിയപ്പോൾ അന്നൊക്കെ പോയ സമയത്ത് അവർ ഹോസ്പിറ്റലിലെ ആൾക്കാർ പറഞ്ഞു, ഇവിടെ ആണുങ്ങൾക്ക് ഒന്നും ഇവിടെ സ്ഥലമില്ല, ഇറങ്ങി വെളിയിൽ പോ, ഇവിടെ പെണ്ണുങ്ങളുടെ പ്രസവ വാടാ, ഈ അകത്ത് കയറെന്ന് പറഞ്ഞ സമയത്ത് അമ്മച്ചി അവിടെ ദൂരെ നിന്നിട്ട് അപ്പച്ചനുമായിട്ട് കണ്ടിട്ട് ഇങ്ങനെ കൈ കാണിച്ച് അപ്പച്ചൻ കൈ കാണിച്ചപ്പോഴത്തേക്ക് അപ്പച്ചൻ ഓർത്തു, എനിക്ക് ഒടുവിലായിട്ട് എനിക്ക് ടാറ്റ കാണിക്കുക എന്ന് പറഞ്ഞ് ഒടുവിൽ അവിടെ മരിക്കാൻ പോവാണോ, വേദന ഇതോടെ കൂടെ അമ്മച്ചിയുടെ മരണമായിരിക്കുമോ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് അപ്പച്ചൻ വലിയ വിഷമത്തിലായിട്ട് അപ്പച്ചൻ കരയാൻ തുടങ്ങി. അത് മാത്രമല്ല, അപ്പച്ചന് വിഷമത്തിൽ ഉള്ള സമയത്താണ് എഴുതിയ പാട്ട്. അപ്പച്ചൻ വീട്ടിൽ വന്നിട്ട് എഴുതിയ പാട്ടാ, വൻ വിനകൾ വന്നുടുകിൽ വലയുകയിൽ എൻ ഹൃദയം ഇന്ന് പാട്ട് അപ്പച്ചൻ എഴുതിയ പാട്ട്. അനുഗ്രഹത്തിന് അധിപതിയെ എന്ന പാട്ട് അന്ന് തന്നെ എഴുതിയ, കർത്താവേ അധിപതിയാ നീ എന്നെ നയിക്കണമേ എന്നുള്ള കാട്ടും അന്ന് എഴുതിയ പാട്ടാണ്. അപ്പോൾ ആ പാട്ടിൽ നിന്നാണ് 300ഓളം പാട്ടുകളുടെ ഒരു വലിയ ശേഖരം തന്നെ ക്രൈസ്തവ കൈരളിക്ക് അദ്ദേഹം സമ്മാനിച്ചത്. അപ്പം അതിൽ തിരഞ്ഞെടുത്ത
ഏത് ഗാനങ്ങളാണ് ടൈറ്റസ് ബ്രദറിന് ഏറ്റവും ഇഷ്ടമുള്ളത്? അതിനകത്ത് ഉള്ളത് ഒരു പാട്ട് എനിക്ക് വളരെ ടച്ചിങ് ആയിരുന്നു. അപ്പച്ചന് മിനിസ്ട്രി തുടങ്ങിയിട്ട് ഒരു 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 ആത്മാവ് പോലും മുമ്പിൽ വന്നില്ല. ഒരാൾ പോലും രക്ഷിക്കപ്പെട്ടിട്ടില്ല, ഒരാൾ പോലും കർത്താവിനെ സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ അപ്പച്ചൻ വിചാരിച്ചു, ഞാൻ ഇത്രമാത്രം പ്രവർത്തിച്ചിട്ട് ഒരു റെസ്പോൺസ് പോലും കിട്ടുന്നില്ലല്ലോ, യാരും കർത്താവിനെ സ്വീകരിക്കുന്നില്ലല്ലോ, യാരും എനിക്ക് എൻ്റെ കൂടെ ആരും സപ്പോർട്ടിന് ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അപ്പച്ചൻ വിഷമിച്ചിട്ട് അവിടെ തന്നെ ആ വീട്ടിൽ തന്നെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് ഒരു മിഷനറി ഉണ്ടായിരുന്നു. ഊട്ടിയിൽ താമസിച്ചിരുന്ന ഒരു മിഷനറി അപ്പച്ചനെ കാണാൻ വന്നു. ചുമ്മാ ജസ്റ്റ് വിസിറ്റ്. അപ്പച്ചനെ കാണാൻ വന്ന സമയത്ത് ആ മിഷനറി വന്നിട്ട് ഒരു സായിപ്പായിരുന്നു. ആ സായിപ്പ് വന്നിട്ട് ജസ്റ്റ് അപ്പച്ചനെ കുറിച്ച് കേട്ടിട്ട് അപ്പച്ചനെ കാണാൻ വന്ന സമയത്ത് അപ്പച്ചൻ പറഞ്ഞു, ഞാൻ കേരളത്തിൽ നിന്ന് തമിഴ്നാട് വന്ന് ഞാൻ ഇങ്ങനെ ഇവിടെ പ്രവർത്തിക്കുക, ഒരു ആത്മാവോളം രക്ഷിക്കപ്പെട്ടിട്ട് വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അപ്പച്ചൻ വലിയ വിഷമത്തിലുള്ള സമയത്ത് ആ സായിപ്പ് പറഞ്ഞു, ചെറിയാൻ പറഞ്ഞു. അപ്പം ചോദിച്ചപ്പോൾ, എന്തുവാ നീ വിശ്വസിക്കുന്നോ, യേശു ജീവിക്കുന്നു വിശ്വസിക്കുന്നു, അല്ലെ മരിച്ചുപോയോ എന്ന് വിശ്വസിക്കുന്നു? എന്തോ പറയുന്നു, യേശു ജീവിക്കുന്നു. അപ്പം യേശു ജീവിക്കുവാണെങ്കിൽ നീ എന്തിനാ വിഷമിക്കുന്നത്? അങ്ങനെ പറഞ്ഞപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, യേശു ജീവിക്കുന്നു എനിക്കറിയാം, അപ്പം യേശു ജീവിക്കുന്ന ഉണ്ടെങ്കിൽ നീ എന്തുകൊണ്ട് വിഷമിക്കുന്നു? യേശു എല്ലാം നോക്കിക്കോളൂ എന്ന് പറയുന്ന സമയത്ത് അന്ന് എഴുതിയ പാട്ടാ ഗീതം ഗീതം ജയ ജയ ഗീതം. അപ്പച്ചൻ എഴുതിയ അന്നത്തെ പാട്ട് യേശുരാജൻ എന്തുവാ, ഗീതം ഗീതം ജയ ജയ ഗീതം സോദരരെ നമ്മൾ യേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടുവീൻ. അങ്ങനെ അകറ്റി കണ്ണുനീർ തുടപ്പീൻ, അങ്ങനെ ഉത്സുതരായിരിപ്പിൻ എന്ന് പറഞ്ഞ് നമ്മുടെ കണ്ണുനീരെല്ലാം തുടക്കുന്ന ദൈവം ഉണ്ടെന്നാണ് അപ്പച്ചൻ അന്ന് എഴുതിയ പാട്ടാ ഗീതം എഴുതി. ആ പാട്ട് എല്ലാവരും പാടുന്നുണ്ട്. അതെ. ഇന്നും ആ പാട്ടിന്റെ ശക്തിയും അതിൻ്റെ ഊഷ്മളതയും മാറിയിട്ടില്ല. ഒരുപക്ഷെ നിങ്ങളെ കർത്താവ് വിളിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം. എം ഇ ചെറിയാൻ സാറിന് അനേക നാളുകൾ താൻ കഠിനാധ്വാനം ചെയ്തിട്ടും ഒരാൾ പോലും രക്ഷിക്കപ്പെട്ടില്ല എന്ന ആശങ്ക, വേദന, നിരാശയൊക്കെ തോന്നിയ സമയത്ത് ഇന്നും പതിറ്റാണ്ടുകൾക്കിപ്പുറവും പാടാൻ പറ്റിയ ഒരു പാട്ട് രൂപപ്പെടുത്തുവാൻ അദ്ദേഹം ഈ അനുഭവത്തിൻ്റെ തീച്ചൂളയിലൂടെ കടന്നുപോയി എന്ന് നാം തിരിച്ചറിയണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന തീക്ഷ്ണമായ അനുഭവങ്ങൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് ജീവിതത്തിലോ അല്ലെങ്കിൽ ശുശ്രൂഷയിലോ ലഭിക്കുന്നില്ല എന്ന് കരുതി ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്. കലുഷതയെ അകറ്റി കണ്ണുനീര് തുടച്ച് ഉത്സുകരായി കർത്താവിൻ്റെ വേല ചെയ്യാൻ നമുക്ക് നമ്മെ തന്നെ ഒന്നുകൂടെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. യേശുവാരിലും ഉന്നതനാമൻ ആത്മസഖാവവനേ, തായ് മറക്കാമെങ്കിലും എന്നെ മറക്കാ സ്നേഹിതനേ, ഏവരും എന്നെ കൈവെടിഞ്ഞിടുകിൽ യേശു താനെൻ അരികിൽ കാണും. ഏതു ഖേദവും തീരും ഞാൻ തിരുമാർവിൽ ചാരിടുമ്പോൾ, ഏതു ഖേദവും തീരും ഞാൻ തിരുമാർവിൽ ചാരിടുമ്പോൾ, യേശുവാരിലും ഉന്നതനാമൻ ആത്മസഖാവവനേ, തായ് മറക്കാമെങ്കിലും എന്നെ മറക്കാ സ്നേഹിതനേ.